ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അതും അമ്മയുടെ കസിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പോകാൻ നല്ല ഉഷാറാണ് കേട്ടോ. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഞ്ചു ലേറ്റ് ആക്കിയാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന്. അപ്പം ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഉദ്ദേശിച്ചതെങ്കിലും അവസാനം ഒരു ലിപ്സ്റ്റിക് ഇടുന്ന ആ ഒരു പോർഷൻ മാത്രം എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ ഷടപടേന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ടിടുന്ന ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഷെയ്ഡ് ചോദിക്കാറുണ്ട്. ഞാൻ എന്നും കുന്നും പറയുന്ന പോലെ ലാക്മേ ന്യൂട്ടിസ്റ്റ് ആണ്. അത് ശരി, ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് എന്ന് മാത്രം പറഞ്ഞിട്ട് കയ്യിൽ കുറേ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു പൊടിക്ക് ഇവിടെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രൗണി പോയിന്റ് എന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു ക്രയോൺസ് ആണ്, ലിപ് ക്രയോൺ ആണ് കേട്ടോ. പിന്നെ ലിപ് ലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ടഫിറ്റ ടെറാക്കോട്ട എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിനെല്ലാം മുമ്പ് ഞാൻ നമ്മുടെ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ടാണ് എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ്. ഫംഗ്ഷൻ എത്തിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഫോണിൽ ആകെ 11% ചാർജ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ അനക്കാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു കടയിലൊക്കെ കയറി ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അമ്മേനെ കരിമ്പങ്ങാട്ടിലോട്ട് മറ്റേ ആനേനെ കയറ്റി വിടുന്ന പോലെയാണ് അവിടെ നിന്ന് എനിക്കൊരു ബില്ല് കിട്ടിയത്. എന്തായാലും വേണ്ടില്ല, അമ്മയുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് നമ്മളതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കുഞ്ഞ് സാരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. ഗാർഡൻ്റെ ഏതെങ്കിലുമൊക്കെ കോർണറിൽ പോയി നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു ക്ലീനിങ് ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് ഇലയൊക്കെ പറക്കി പിന്നെ ഞാൻ ഒന്ന് പോസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ തന്നെ ബൊഗെയിൻവില്ലയുടെ ഭംഗിയുണ്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ? ആ ഒരു സന്തോഷമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ആരും നമ്മുടെ മുറ്റത്താണ് ആടിപ്പാടി നിന്നെങ്കിലും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലപോലെ ടയേർഡായിട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നല്ല വെയിലാണെങ്കിൽ അടുത്ത 5 മിനിറ്റ് നല്ല മഴയാണ്. അപ്പോൾ മഴയും വെയിലും കൂടെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഡെയിലി വ്ളോഗ്സ് അല്ലെങ്കിൽ മിനി വ്ളോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളുടെയും കൂടി അഭിപ്രായം അറിയാനാണ്. നമ്മുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഫ്രണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ബ്രൗണി അവിടെ ഒരു പീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ കഴിക്കാതെ പോകും. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതേ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് ബ്രൗണി കഴിച്ചു കേട്ടോ. ആള് അടിപൊളിയായിട്ട് ബ്രൗണി ഉണ്ടാക്കും കേട്ടോ. പ്രൊഫഷണലി ആളൊരു ഡോക്ടറാണെങ്കിലും ഇങ്ങനത്തെ ബേക്കിംഗ് മേഖലയിൽ ആളൊരു പുലിയാണ്. പേഴ്സണൽ ആവശ്യത്തിന് മാത്രമല്ല സെയിലും ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാ പേജ് മറിയം കേക്ക്സ് എന്നാണ്. ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവളുടെ ബേക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ആസ്വദിച്ച് ബ്രൗണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വിസ്തരിച്ചൊരു ചായയൊക്കെ കുടിച്ച് ഈ ദിവസം അങ്ങോട്ട് കടന്നു പോയിട്ടോ.